ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ലെവൽ ഡെവിൽ പാർട്ട് 2-ലാണ് നിൽക്കുന്നത്. പാർട്ട് 2 അല്ല നമ്മളെ ലെവൽ ഡെവിൽ പാർട്ട് 1 കാണാത്ത ആൾക്കാർ ചെന്ന് കാണുക. ഇത് പാർട്ട് 2 ആണ്. കാണാത്ത ആൾക്കാർ ചെന്ന് കണ്ടിട്ട് വരിക. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ സ്ഥലത്ത് തന്നെ തുടങ്ങുന്നതല്ല, എന്തോ ഒരു കുഴപ്പം പറ്റിയ അല്ല, കഴിഞ്ഞോട്ട് നിർത്തിയ സ്ഥലത്ത് തന്നെ തുടങ്ങുന്നുണ്ടല്ലോ. അല്ലല്ലോ, കഴിഞ്ഞോട്ട് തന്നെ ലാസ്റ്റ് എന്നല്ലേ നമ്മൾ നിർത്തിയത്. എടേ ഇവിടെ അല്ലേ, ഞാൻ അറിഞ്ഞില്ല. എടേ ലാസ്റ്റ് ഇച്ചിരി ഭീകരം. ഇത് ചെറുതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വെറും 2 ലെവലുകൾ ബാക്കി. അയ്യോ, നമ്മൾ ചത്തു. നമ്മളതിൻ്റെ അയ്യോ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തി. ഇതിനപ്പുറം കടക്ക് കടന്നു. ഇനി ഇപ്പുറത്ത് കടക്ക് കടന്നു. ഇനി ഇപ്പുറത്ത് കടക്ക് കടന്നു. അയ്യോ, എന്തൊരു തുരുതുരാണ് വരുന്നേ. അവിടെ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ അന്ന് നിർത്തിയത്. അമ്മേ, ഇവിടെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു നമ്മൾ അന്ന് നിർത്തിയത്. ഇവിടെ നിന്നാണെന്നാ തോന്നുന്നത് നമ്മളന്ന് നിർത്തിയത് കേട്ടോ. എനിക്ക് അങ്ങനെ വെച്ചാൽ തോന്നുന്നു. ഇവിടെ നിന്നല്ലേ അപ്പോൾ ഇവിടെ നിന്നല്ലേ അപ്പോൾ നമ്മൾ അടിച്ച് കളിക്കുക. അറിയില്ല കേട്ടോ. അത് തട്ടിപ്പ്. ഇവിടെ വെച്ചിട്ട് തന്നെയാണോ നമ്മൾ കളിച്ചത്? എനിക്ക് ഓർമ്മയില്ല. ഉണ്ട് ഇതേപോലെ ഒരു സ്ഥലത്തുനിന്നല്ല, ഇതേപോലെ ഒരു സ്ഥലത്ത് നിന്നല്ല നമ്മൾ കളിച്ചത്. വേറെ സ്ഥലത്തു നിന്നാണെന്നാ തോന്നുന്നത്. അല്ല, അപ്പം നമ്മൾ കളിച്ചത് ഈ വള്ളിയിൽ നിന്നാണോ? ഒന്നുമില്ലടേ. എടേ, അവന്മാർ നമ്മൾ തൊട്ടടുത്ത് എത്തിയിരുന്നു. അയ്യോ, തുരുത്തനാനെ വിടണ. നിർത്തിക്കോളാം നിങ്ങളെ ഈ പരിപാടി. അയ്യേ, എന്താ സുഖം. ചടിക്കോ. ആഹാ, അയ്യാ, പിന്നാലെ വരുന്നേ. ഓക്കെ, നമുക്ക് താഴത്ത് പോരാ. തുറക്ക് നമുക്കങ്ങോട്ട് പോണം. ഓ, അവന്മാര് എന്തൊക്കെയോ പോലെ. അല്ല, നമ്മൾ കഴിഞ്ഞ വട്ടം എവിടുന്നായിരുന്നു നിർത്തിയെന്ന് എനിക്കറിയില്ല. എന്തോ എനിക്കൊരു സംശയം പോലെ. അപ്പോഴേ തോന്നിയായിരുന്നു എനിക്ക്. നമുക്ക് അതിനോട്ടും തിരക്കിലും എവിടെ നിന്നായിരുന്നു നിർത്തിയെന്ന് എനിക്ക്. ഇതടി ഫ്രണ്ടിലേക്ക് വരും നമ്മളെ. എവിടേക്കല്ലേ നിങ്ങടേ? ആഹാ, ഇൻവിസിബിൾ സ്ഥലം. അയ്യോ, എന്നെ കൊല്ലല്ലേ. ചേച്ചേ, അങ്ങനെ ആ ലെവലും തോർത്തു. ഇതേതോ എനിക്കെന്തോ പരിചയം പോലെ തോന്നണേ. ഇത് ഇച്ചിരി സീന. ഈ സാധനം ഇച്ചിരി സീന.
ഈ സാധനമാണ് എനിക്ക് ഇച്ചിരി പേടി. അയ്യോ ഇത് ഫേക്കടേ ഇവേ. ആഹാ നമ്മൾ ചത്തു. നമ്മളാ സ്വിച്ചുമ്മ തൊട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമാണല്ലേ. നമ്മൾ ചേച്ചേ അയ്യോ നമ്മളെ പണിയാലും സ്വിച്ചു. നമ്മൾ മിക്കവാറും സ്വിച്ചുമ്മ തൊണ്ടി വരും. എന്താ പണി? ചുമ്മാ തൊട്ടാലേ ഉള്ളൂ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം. നമ്മളെന്താ അതിന്റെ വായിക്കൊണ്ട് കയറണേ? അയ്യോ നമ്മള് എപ്പോഴും അതിന്റെ വായിക്കൊണ്ട് വെച്ചാണ് നമ്മള് ചാടണേ. നമ്മളെ കണ്ട ടീച്ചർ പിടിക്കുള്ള തോന്നു. അപ്പൊ നമുക്ക് നമ്മളെ തലേ സ്വരൂപം കാണിച്ചു കൊടുക്കാല്ലേ. ഓയ് എന്റെ അമ്മോ എടേ ഇതെന്താടേ നടക്കണേ? മണ്ടന്മാര് നമ്മളെ നമുക്ക് വേറെ വഴി കൂടി ചെന്ന് എടുത്തുകൂടായിരുന്നു. സ്ഥലത്തി ഇതൊരു പ്രത്യേക തരമുള്ള മിസൈലാണ്. ഈ മിസൈൽ നിങ്ങളെ കൂട്ടുകാർക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കരുത്. അവന്മാർ ചിലപ്പോ ചന്നു വരും. എൻ്റെ അമ്മോ എന്താടേ ഇത്? ഇത് നമ്മളെ കാണിക്കണത് പോലെ കേട്ടോ ലെവല്. ഇതേപോലെ നമ്മളെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്, നീ കയറിപ്പോയിക്കോന്നു. അവസാനം നമ്മൾ അതുവരെ കയറി. ഈ ലെവലിൽ നമ്മൾ കളിച്ചതുപോലെ സോക്കോ നമ്മൾ കളിച്ചിരുന്നില്ലേ? ബോംസും കളിച്ചു, ബുള്ളറ്റ്സ് കളിച്ചിട്ടില്ല. അതിനടുത്തേക്ക് ജമ്പിക. നമ്മൾ കഴിഞ്ഞ വട്ടം നിർത്തിയ സ്ഥലത്ത് നമ്മൾ കഴിഞ്ഞ വട്ടം നിർത്തിയ സ്ഥലം എവിടെയെങ്കിലും എന്തോ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ നിർത്തിയത്. ഇവിടുന്ന് തന്നെയാണോ നമ്മൾ കഴിഞ്ഞിട്ട് നിർത്തിയത്? നമുക്കപ്പോൾ ആ സമയത്ത് പാർട്ട് 2 ഇവിടുന്ന് വന്നപ്പോൾ തുറന്നു തന്നോ? നമ്മൾക്ക് കാണിച്ചു തന്ന സ്ഥലമൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് സ്ഥലത്ത് ഇറങ്ങാം. നമുക്ക് തിരിച്ചു വരണുണ്ടോ ഈ എസ്റ്റൊക്കെ കഴിഞ്ഞിട്ട്? ഓക്കെ, ഇപ്പം നമുക്ക് മുമ്പിലോട്ട് തന്നെ പോവാം. പിന്നോട്ട് വരണ്ടേ? ഇടൂ തട്ടിപ്പാടി തട്ടിപ്പോവാ. ഫസ്റ്റ് ലെവൽ നമ്മളായിരുന്നു. നമ്മളൊന്നും കളിച്ച് നിർത്തില്ല. ഫസ്റ്റ് ചെറുതിക്കാൻ പോണ്ടേ? നമുക്ക് ആരും നമ്മളെ ഏറിപ്പോവും. ഈ സ്ഥലത്ത് എന്തോ അപ്പൊ കളി മനസ്സിലായില്ലേ? ഇവിടെ അല്ലേ പണി. നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചതുമുണ്ട്, അതേപോലെ തന്നെ പണി തരുന്നുമുണ്ട്. എന്താടേ നമ്മളവിടെ ഒന്ന് ലാൻഡ് ചെയ്ത് കൊടുത്താ കുറച്ചു. അയ്യോ ഇതാണ് സ്പൈക്ക് ബട്ടൺ. എൻ്റെ അമ്മോ ജസ്റ്റ് മിസ്. നമ്മളതിൽ തട്ടണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് സ്പൈക്കുകൾ വരും.
ഏ നമ്മളങ്ങനെ സ്ഥലത്തേക്ക് എത്തിയേ. ഇവിടെ നിന്നാണോ നമ്മൾ കളി നിർത്തിയേ? എന്തായാലും നമ്മളെ തിരിച്ചു കൊണ്ടുപോണേ. എടാ നേരം കിട്ടാതെ നേരത്താണ് നീ ഇങ്ങനെ ചാടി കളിച്ചണേ. എടാ ഒന്ന് കറുത്ത സ്ഥലത്തേക്ക് ഓടേ. അയ്യീശ് പണി കിട്ടി. എടേ കളിപ്പിക്കാതെടേ. എടേ കളിപ്പിക്കാതെടേ. അയശത്തു ഞാൻ കൊണ്ടുവന്ന പ്ലെയർ ശരിയല്ലെന്ന് തോന്നുന്നു. എടാ ഇന്നൊന്നും അങ്ങോട്ട് എത്തിക്കടേ. എടേ എനിക്കൊന്നും അങ്ങോട്ട് ചെല്ലണ്ട. ഇവനക്കെന്നെ പിന്നെ ചാട്ടം നിർത്താൻ പറ്റുള്ളത്. ഓഹ് ഇവിടെ വെച്ചിട്ടാണല്ലേ ചതി. ഓ അവിടെ വെച്ചിട്ടൊന്നും ചാടണ്ട. എടാ ഈ സ്ഥലത്ത് നിന്ന് തന്നെ വേണോ അത്? എത്തി സ്ഥലത്ത് ബാ കുറവ്. ആ സമയത്തൊന്നും ചാടണ്ട. നേരം കിട്ടാതെ നേരത്തൊക്കെയാണ് നിനക്ക് ചാടണത് അല്ലേ? ചാടത്. ഓ ഹ്യൂമാർ ഇവിടെ വെച്ചിട്ട് പ്രാങ്കിയാണല്ലോ. ഓ അവസാനം ഇവനെ കൊണ്ട് ചാടിപ്പിച്ചെത്തിച്ചു. ചതി ചതി. അയ്യോ ചതി. എൻ്റെ അമ്മോ ഇത് കാണുമ്പോ ആടെ അത് ഫേക്കാടേ. പോലെ ലെവലിൻ്റെ ചതിയിൽ കുടുങ്ങരുത് കേട്ടോ. ഇതെന്തടേ? എൻ്റെ അമ്മോ കുടുങ്ങിയില്ല. അങ്ങോട്ട് എത്തിയില്ലടേ. അതുവരെ എത്തി. എന്നാലും നമ്മൾ ലെവലിൻ്റെ അമ്മേ വീണ്ടും കുടിക്കടേ. അയ്യോ അത് നമ്മളെ തെറ്റാ. ലെവൽ ട്രോൾ ചെയ്തതല്ല. ഓക്കെ അത് ഇൻവിസിബിളാ. പക്ഷേ അത് കാണും, പക്ഷെ അത് പറ്റൂല. സത്യക്കെത്തി. ഇത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ എന്നും കഴിക്കുന്ന തോന്നുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ വായിച്ചിട്ടേ. നമുക്ക് ഇഷ്ടപ്പെട്ട തന്നെയാണോ? ഈ ലെവൽ എന്തോ എനിക്കൊരു ഓർമ്മ കിട്ടണ പോലെ. നോക്കട്ടെ. ഇപ്പോഴാ ഓർമ്മ വന്ന ലെവലേതാണ്. അവിടെ എല്ലാ ട്രാപ്പുകളൊക്കെ കണ്ട് അപ്പം തന്നെ ഓർമ്മ വരും. നമ്മളെന്താ എപ്പോഴും തെന്നിപ്പോ എന്താന്ന് എനിക്കറിയാത്ത കാര്യം. ഇത്ര നേരം ഞാൻ എടുത്തു കുത്തിയിട്ടുണ്ടായില്ല. ചടിക്കോ ചടിക്കോ ചടിക്കോ. എൻ്റെ അമ്മ രക്ഷപ്പെട്ടു. മുള്ള്. അത് ഫേക്കാ. നമ്മളെ വിജയത്തിലേക്ക് എത്തിച്ചാൽ സമ്മതിക്കൂല ഈ ലെവൽ ഡെവിൽ. അയ്യോ നമ്മൾ അവിടെ എത്തുമ്പോൾ കുറച്ച് നമ്മളവിടെ അത് ഇൻവിസിബിളാന്ന് കാണാൻ പറ്റും, പക്ഷെ അതിലൂടെ കയറാൻ പറ്റില്ല എന്നില്ല. കാരണം നമ്മൾ മറന്നുപോയതാണ്. അപ്പോൾ ഈ മുള്ളകൾ മറക്കും. ഇല്ല ഐഷാടായി അങ്ങോട്ട് എത്തണില്ല. ചാടിക്കോ. നമ്മൾ ആ സ്ഥലം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇല്ല ഐഷാടായി അങ്ങോട്ട് എത്തണില്ലല്ലേ. ചാടി ചാടി. നമ്മൾ വീണ്ടും പടികൾ കയറുന്നത് തോറും നമ്മൾ ഇറങ്ങാനുള്ള പിന്നെ ചെയ്യണേ.
കൂട്ടിയാൽ 2 2 1 2 2 14 24 ആവുള്ളൂ. അപ്പോൾ 12 മേലെ കിടക്കാം. ഓക്കെ, നമ്മളവിടെ വെച്ചിട്ട് ഫെയിലായി. ചാടിക്കോ അമ്മോ. ഇറങ്ങി നമ്മളങ്ങോട്ട് എത്തുള്ളട. എന്താ ചെയ്യാൻ, നമ്മൾ ഇത്രക്ക് ന്യൂബായി പോയി ഗായ്സ്. നമ്മൾ അവിടുന്ന് പോകണ്ടല്ലോ. എന്താണ് ഇത്? എന്താടാ നിനക്കെന്നെ കുത്തണോ? അയ്യോ, നിനക്കെന്നെ കുത്തണോ എന്ന് പറഞ്ഞിട്ട് അവരെ കളിപ്പിച്ചാൽ നോക്കിയതാ. പക്ഷെ അത് പറ്റില്ല. ഇവിടെ ഒന്നുമില്ല. കാരണം ഇത് സിമ്പിൾ ലെവലല്ലേ. എന്നിട്ട് ഇതെന്താ ഞാൻ പെട്ടെന്ന് ഫീൽ ചെയ്യാതെ. ഓക്കെ, ഐ ആം സൈലൻസ്ഡ്. അങ്ങനെ ഈ ലെവലും ഫീൽ ചെയ്തു. ഇതെനിക്കറിയാം. ഈ ലെവൽ ഞാൻ ഒരു വട്ടം കളിച്ചു. അപ്പം നമുക്ക് കളി മനസ്സിലായല്ലോ. ഇതുപോലെ വേണം നിങ്ങൾ തോൽക്കാൻ. എടാ ഞാൻ ഇതിനെ കുത്തലടേ. ഞാൻ മുള്ളിലെ ഞാൻ കുത്തി ഇതടാ തിരക്കത്തെ കുത്തലോടാ. ഓ ഓ വേഗം അത് അവിടെ നമ്മളെ പറ്റിക്കുന്നില്ല. കാര്യം നമ്മളെ ഓർത്തില്ല ഗൈസ്. മാറി ഞാനൊന്ന് കുത്തട്ടെ. ഞാനൊന്ന് പോകട്ടെ. അപ്പുറത്ത് ഫേക്കായിരിക്കും. താഴത്തേക്ക് പോകണോ? എടാ എനിക്ക് കയറാൻ പറ്റില്ല. കയറി വേഗം. നമ്മൾ കുറച്ചും കൂടി സ്പീഡ് കൂട്ടണം. ആ സാധനം വരുന്നുണ്ട്. ഇത് സ്പൈക്ക് ഇങ്ങനെ നമ്മളെ നേരക്കും ഇങ്ങനെ വരുന്നുണ്ട്. ചാത്തൻ മണി കാട്ടല്ലടേ സ്പൈക്ക്. കേറിക്കോ വേഗം. ഉയ്യോ, രക്ഷപ്പെട്ടു. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു നമ്മൾ അവസാനം. കുഴി നമ്മളപ്പം തന്നെ വരില്ലേ. നമ്മൾ ഉയരാണ്. നമ്മളത് അപ്പുറത്ത് കിടക്കാത്തെ കുഴി നമ്മളപ്പം തന്നെ എപ്പോഴും ഉണ്ടാവും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഉയരെന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്നെ ചതിച്ചു. അതെനിക്ക് തെറ്റിപ്പോയതാ. ഇന്നും അങ്ങോട്ട് ആക്കിത്താടേ. ചാടിക്കോ. ചാടിക്കോ പോല. നമ്മള് കുടുങ്ങിയല്ലോ. അതാ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു. അത് നമ്മൾ അപ്പുറത്തേക്ക് വീഴുന്നില്ല. എനിക്ക് അതിൻ്റെ മേലെ കൂടി കയറണമെന്നുണ്ട്. അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായില്ല. എന്ത് ചെയ്യാൻ, അവരൊക്കെ നമ്മളെ നൻപിച്ചുകൊണ്ടിരിക്കല്ലേ. എൻ്റെ അമ്മോ, ഇവിടെ സ്പീഡ് കൂട്ടണുണ്ടോ? ഇവിടെ നമ്മൾ തിരക്ക് പിടിച്ചേ പറ്റൂ. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടാകും. അല്ലാതെ ഇങ്ങനെ പിടിക്കൂല. അമ്പട. നമ്മളായ്മ ചവിട്ടുന്ന അവല് കരുതിയതേ. നമുക്കെന്തോ പറ്റിയതാ. അപ്പോൾ റാമാസ് അല്ല, അവനിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോയത്? ആർക്കറിയാം. എൻ്റെ അമ്മ എന്തായാലും ഇപ്പം നടന്നേ. ഞാമൊന്നും എൻ്റെ പേരെന്താ? ഇൻവെർട്ട്. ഇത് തലയിരിച്ചിട്ടാ. എനിക്ക് തല തിരിച്ച
തെറിച്ചവര് എന്തെങ്ങനെ ഗെയിം ഇങ്ങനെ കളിപ്പിച്ചു വിടുകയാണ്. തല തെറിച്ചവര് ഇങ്ങനെ എന്താ ഗെയിം തിരിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ പോലെ തന്നെ ആവൂല. എന്താണിത്? നമുക്കൊന്ന് ഇങ്ങനെ കളിക്കണോ? നമ്മളായി അവരെ കടയിൽ ഉണ്ടാവും. ഇങ്ങനെ നടക്കണം. എനിക്കിത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കാട്ടിലും നല്ലത് ഇതിനെ കൊണ്ട് അപ്പുറത്ത് ഫസ്റ്റ് കളി തന്നെ ഞാൻ അങ്ങോട്ട് പോയി. ഇനിവിടെ ഇനി അടുത്ത കളി മൊത്തം ഇങ്ങനെ ആയിരിക്കും. അതെനിക്ക് ഉറപ്പാ. അടുത്ത കളി മൊത്തം ആഹാ സ്പൈക്സ്. ഞാൻ രാവിലെ തന്നെ കണി കണ്ടു സ്പൈക്കിന്. എൻ്റെ അമ്മോ, നമ്മളെ തട്ടിപ്പിക്കാൻ സ്പൈക്കുകൾ. ആഹാ ട്രിബിളായി വന്നു. നല്ലതാ മക്കളെ, നല്ലതാ. അങ്ങോട്ടെത്തി. എന്തോ ഒരു പ്രശ്നം വരുത്തും. എടേ അതിനെ ഒരു വരുത്തും നിന്റെ അടുത്ത് പറഞ്ഞില്ല. ചാടാൻ പറ്റില്ല. എടീ എന്ത് ടഫത് ഇപ്പൊ നമ്മൾ കളിച്ചത്. ഇതൊന്നും ഒന്നല്ലേ. ഇതൊക്കും വലുത് കാണാൻ കിടക്കണേ ഉള്ളൂ. അമ്പട അങ്ങനെ തന്നെ പറ്റിക്കാന്നു. അത് തന്നെ കണ്ട നമ്മള് തൊട്ടടുത്തില്ല വഴി കഠിനമായിരിക്കാം. ആഹാ 1 2 മൂന്നാമത്തത് ഇവിടെ നിൽക്കും. നമ്മൾ ചാടിയത് ചില്ലായിട്ട്. മൂന്നാമത്തത് വാ. നാലാമത്തെ വെച്ചിട്ട് പണിയാ. ഇപ്പം അതില്ലടോ. ഇപ്പം അത് തെളിഞ്ഞു. ഇപ്പം ആ സാധനം തെളിഞ്ഞു. ദാറ്റ്സ് മൈ ബ്രില്യൻസ്. ഹെൽപ്പ് വരുന്നു. നമ്മളെ കുടുക്കി. പ്ലീസ് ഹെൽപ്പ് മീ. നമ്മൾക്കെന്താ പാവാട വരി കണ്ടോ? ഇതെന്തോ ഒരു തട്ടിപ്പുണ്ട്. അത് നമ്മളെ തട്ടിപ്പിച്ചതാ. അത് നമ്മളെ മനഃപൂർവ്വം കുടുക്കിയതാ. അപ്പൊ ഇന്റെ അടുത്ത കളിങ്ങളുടെ കളി. അപ്പീല് ഞാൻ ഇടുന്നു. അപ്പീല് എങ്ങനെയൊക്കെ ആ സ്ഥലത്തേക്ക് എത്തി. ബാ നീ അല്ല കേട്ടോ, മാമൻ്റെ കുട്ടിയെ ചെന്ന് ഉറങ്ങിക്കോട്ടോ. അതും ഒരു പണി അവിടെ. എന്താണിത്? നമ്മളെ തട്ടിപ്പിച്ച് കൊണ്ടുപോയി. ഇനി ഇതും കഴിഞ്ഞു. ഇനി ഇവിടെ കമോൺ ഡ്രാമ ഹേസേ. ഓക്കെ, നമ്മളത് കഴിഞ്ഞു. നമ്മളെന്തോ നോക്കാൻ വേണ്ടി നമുക്ക് ചാവി എടുക്കാൻ പോയാലോ? ചാവി എടുക്കാൻ പൂതിയാവാ. നമ്മളത് തട്ടിപ്പിച്ച. അവിടെ നമ്മൾ ബുദ്ധി യൂസ് ചെയ്ത് കളിക്കും. അമ്പടാ ഇവിടെ ആയി.
ഏ ആ നമ്മളെ കുത്തൂല്ലേ? എടേ അതിനെ പേടിപ്പിക്കണ്ടടേ. നമ്മൾ ഈ മുള്ളിന് സാധാരണ ചാടിക്കിടക്കണ പോലെ കിടന്നാൽ മതിയില്ലേ? ഹുയ്. എടേ അവിടെ ആ മുള്ളിനെ കാണിച്ചിട്ടില്ല. അമ്പട നല്ല അതൊന്നും സമ്മതിക്കൂല. എടേ ഇവിടെ അവിടെ അറ്റത്തൊക്കെ എത്തുമ്പോൾ ആ ബ്ലേഡ് വരില്ല. അതാണ് എനിക്ക് പേടി. എടേ നമുക്ക് എടേ അത് തിരിച്ചു വരുന്നതാണ് എനിക്ക് പേടി. നമ്മളത് പുറകെ നമ്മളാ ഇത് കടന്നു പോകണം. ചാടി ഇതേപോലെ
നമ്മൾ എവിടെയും ചത്തില്ലാന്നോട് കരുതിയിട്ട് ചാടിയാണ്ട് പോവുക. കണ്ണുമ്പി ചാടാതെ പോകണം. ഫസ്റ്റത്തെ നമ്മൾ അങ്ങനെ കിടക്കും. സ്ഥലമെത്തി. ചാടി ചാടി പോയാൽ മതിയില്ലേ? അല്ല 18 എത്രയായി നമ്മളത്? 1 2 24 24 7 8 29 മിനിറ്റായി. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലത്തെ ഇതിൻ്റെ പാർട്ട് 3 ഞാൻ ഇറക്കുന്നുണ്ടാവും. അതെല്ലാവരും കാണണം. പാർട്ട് 1 ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ പാർട്ട് 1 കാണാത്ത ആൾക്കാർ ചെന്ന് കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എന്നാൽ നമുക്ക് അടുത്ത പാർട്ട് 3 ആയിട്ട് വരുന്നതേക്കും ബൈ.